ഈ വർഷത്തെ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂരമൈതാനിയിൽ നിറഞ്ഞു നിന്നിരുന്ന സ്ത്രീജനങ്ങൾ തന്നെയായിരുന്നു. സ്ത്രീ സൗഹൃദ തൃശൂർ പൂരം എന്ന നിലയിൽ കുടമാറ്റമടക്കമുള്ള എല്ലാ ചടങ്ങുകളിലും മികച്ച രീതിയിൽ തന്നെയായിരുന്നു സ്ത്രീ പങ്കാളിത്തം. നിന്നും അരങ്ങിലേക്ക് കേട്ടു തഴമ്പിച്ച പ്രയോഗമാണെങ്കിലും തൃശൂർ പൂരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നും അതിന് പ്രസക്തിയേറെയുണ്ട്. ഐതിഹ്യപ്രകാരം പൂരത്തിന് പങ്കെടുക്കുന്ന 10 ക്ഷേത്രങ്ങളിൽ 8നും പ്രതിഷ്ഠ സ്ത്രീകളാണ്. എന്നാൽ ഈയൊരു പ്രാധാന്യം മുൻപ് നടന്ന പല പൂരങ്ങളിലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത്തവണ കഥ വേറെയാണ്. മുൻവർഷ പൂരങ്ങളെക്കാൾ സ്ത്രീ സാന്നിധ്യം കൂടി എന്നതോടൊപ്പം സ്ത്രീകൾക്കായി മികച്ച രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ സർക്കാരിനും കോർപ്പറേഷനും സാധിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ സൗഹൃദ പൂരമായി കഴിഞ്ഞ 2-3 വർഷങ്ങളായി നല്ലതുപോലെ ഇത് കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതനുസരിച്ച് നല്ലതുപോലെ വരവും ഉണ്ട്. ഷിയോട്ടകൾ ഉൾപ്പെടെ രംഗത്തിറക്കി എവിടെയെങ്കിലും പെട്ടുപോയാൽ അവർക്ക് വിളിക്കാവുന്ന പൊതു നമ്പർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അക്കാര്യത്തിലും ഗംഭീരമാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് വന്ന് പൂരം കാണാനുള്ള അർഹതയില്ലേ? 50% നിങ്ങൾ സംവരണം പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി നിർബന്ധമായും സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പൂരം കാണാനുള്ള സംവിധാനങ്ങൾ അതുകൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ ആയി എല്ലാ വർഷവും ഉണ്ട്. മുൻ വർഷത്തേക്കാളും കൂടുതൽ സ്ത്രീജനങ്ങളാണ് ഇത്തവണ കുടമാറ്റം കാണാൻ ഉണ്ടായിരുന്നത്. മേളത്തിൽ മുഴുകി താളം പിടിക്കുന്നവർ, ജീവിതോപാധിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയവർ, സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവർ, മേളസംഘങ്ങളിലെ വാദ്യകലാകാരികൾ, ഇങ്ങനെ ഒരു കാലത്ത് അന്യമായിരുന്ന പലതും ഇന്ന് സാധ്യമായിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.